നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. കുറച്ച് നാളായി ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഞാൻ ചാനലിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ പറ്റി ആവട്ടെ നമ്മുടെ വീഡിയോ. പുതിയ സംരംഭം എന്ന് പറയുമ്പോൾ എല്ലാ സംരംഭങ്ങളെ പറ്റിയും ഇന്ന് പറയാനാവില്ല. ആദ്യം നമ്മൾ ഒരു ഡയറി ഫാമിംഗ് തുടങ്ങുന്നതിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ഡയറി ഫാമിംഗ് അല്ല, ഗോഡ് ഫാമിംഗ് അല്ല, ഏത് സംരംഭമായിക്കോട്ടെ, ഒരു സംരംഭകന് പ്രഥമമായി വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് ആത്മവിശ്വാസമുള്ള ഒരു മനസ്സ്. ആത്മവിശ്വാസമുള്ള ഒരു മനസ്സോടുകൂടി ഒരു സംരംഭത്തെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് വിജയത്തിലേക്ക് എത്തും. അതിനുള്ള കാരണം, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഒരു സംരംഭത്തെ സമീപിക്കുന്നതെങ്കിൽ നാം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു സംരംഭത്തെ പറ്റിയുള്ള നല്ല അറിവാണ് ആദ്യമായി വേണ്ടുന്ന കാര്യം. അങ്ങനെ നന്നായി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഏത് സംരംഭമാണ് നമുക്ക് യോജിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആട് വളർത്തലാണെങ്കിൽ ആട് വളർത്തൽ, പശു വളർത്തലാണെങ്കിൽ പശു വളർത്തൽ, കോഴിയാണെങ്കിൽ കോഴി, അതല്ല മറ്റേതെങ്കിലും സംരംഭമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഏത് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വേണ്ടത് എന്താണ്? ആ സംരംഭം തുടങ്ങുന്നതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ്. ആ സംരംഭം തുടങ്ങുന്നതിന് എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം, ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ? ആ സംരംഭം തുടങ്ങി വരുമ്പോൾ അതിന് പ്രതിസന്ധികൾ ഉണ്ടാകുമോ? ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് അതിനാവശ്യമായ മാനസിക കരുത്ത് നമ്മൾ ആർജിച്ചിട്ടുണ്ടോ? കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ്, പ്രായോഗിക അനുഭവമുണ്ടോ? നമുക്ക് പ്രായോഗിക അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ പ്രായോഗിക അനുഭവമുള്ളവരുടെ അടുത്ത് ചെന്ന് അത് കണ്ടും കേട്ടും നേടിയ അറിവുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള പലവിധ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇതിനെക്കാട്ടിലുമൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? പണം. ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായി നമുക്ക് നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പായിട്ടുള്ള മൂലധനമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിക്കാം. ബാങ്ക് ലോണുകൾ ഉദാരമായി ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിൽ ലഭ്യമാണ്. പക്ഷേ ആ ലോൺ ലഭിക്കുന്നതിനും നമ്മൾ വെറുതെ അങ്ങ് ചെന്ന് ഒരു ബാങ്കിൽ ചെന്ന് ലോൺ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലോൺ ലഭിക്കില്ല. അതിനും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം, മറ്റ് ബാങ്കുകാർ ഉദ്ദേശിക്കുന്ന അനുബന്ധ രേഖകളെല്ലാം വേണം. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ആ നടപടിക്രമങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോൺ കിട്ടും. 10% മാർജിൻ മണി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുന്ന തുക വേണ്ടിവരും. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നതിലേക്ക് ഇറങ്ങുകയായി. അതായത് നമുക്ക് സംരംഭം ഏതാണെന്ന് മനസ്സിലായി, നമുക്ക് ആവശ്യത്തിനുള്ള പണം കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? അത് സംരംഭം തുടങ്ങുന്നു. ആ സംരംഭത്തിന് മൂലമുണ്ടാകുന്ന മലിനീകരണം നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ടോ? ഇതാണ് പ്രഥമമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. നാം ഒരു സംരംഭം ഏതൊക്കെ രീതിയിൽ കെട്ടിപ്പൊക്കിയാലും അതിന് മലിനീകരണ നിയന്ത്രണ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫാം അടച്ചുപൂട്ടുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഒരുക്കുവാനുള്ള സാഹചര്യം നമ്മുടെ സംരംഭത്തിന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനുണ്ടോ എന്ന് നാം അറിയാത്തവരാണെങ്കിൽ, അതായത് പശു വളർത്തലിനെ പറ്റി ഒന്നും അറിയാത്തവരാണെങ്കിൽ എടുത്തു ചാടി ഒരു 5 പശുവിനെയോ 10 പശുവിനെയോ വളർത്തുന്ന സംരംഭത്തിലേക്ക് പോകരുത്. ആദ്യത്തെ വർഷം ഒരു പശുവിനെ വാങ്ങി വളർത്തി പശു വളർത്തലിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അതിൻ്റെ സന്തോഷവും സന്താപവും എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം പശു വളർത്തലിലേക്ക് ഇറങ്ങാൻ. ലേബർ മാനേജ്മെൻ്റ് ആണ് അടുത്ത ഒരു കാര്യം. അവിടുത്തെ ഫാമിലെ ജോലികൾ സ്വന്തമായാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർ ചേർന്നാണോ ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ നാം പണിക്കാരെ വെച്ചിട്ടാണോ ലേബർ ചെയ്യിപ്പിക്കാൻ പോകുന്നത്? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ലേബർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ കൂടി ഒരു ഫാമിലെ എല്ലാ പണികളും ഒരു ദിവസമെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു സംരംഭകൻ പഠിച്ചിരിക്കണം. അത് ഫാമിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു എമർജൻസി വന്നാൽ ഒറ്റയ്ക്കായാൽ പോലും ആ ഫാമിലെ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ ഇരിക്കണമെങ്കിൽ ഈ അറിവ് കൂടിയേ തീരൂ. കറവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ
ലേബർ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനേജ്മെൻറ്റാണ്. അതായത് വ്യക്തികളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തൊഴിലാളികളെ വെച്ചാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, പശുക്കളെ വളർത്താൻ ആവശ്യമായ പുല്ല് നടുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ടോ, തീറ്റപ്പുൽ കൃഷി നടത്തുവാനുള്ള സൗകര്യം നമ്മുടെ സംരംഭത്തിനുണ്ടോ എന്ന് ആലോചിക്കണം. കാര്യം തീറ്റപ്പുൽ കൃഷി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. തീറ്റപ്പുല്ല് വില കൊടുത്ത് വാങ്ങി ഒരിക്കലും ഡയറി ഫാമിംഗ് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തീറ്റപ്പുൽ കൃഷി ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണ്. അതിന് വേണ്ടുന്ന സ്ഥലം നമുക്ക് സ്വന്തമായി തന്നെ സ്ഥലം വേണമെന്നില്ല, പാട്ടത്തിനടുത്തായാലും നമുക്ക് തീറ്റപ്പുൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. കറവ എങ്ങനെ വേണം, പാർപ്പിടം, ആഹാരക്രമം, പ്രജനനം, അങ്ങനെ ഒട്ടേറെ ആ പശു വളർത്തലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുന്നേ ഈ കർഷകന് അല്ലെങ്കിൽ ഒരു സംരംഭകന് ഒരു ധാരണയുണ്ടാവണം. ഉദാഹരണത്തിന് പശുവിന് കൊടുക്കുന്ന തീറ്റക്രമം എങ്ങനെയെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബ്രീഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ പ്രജനനത്തിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് ഫാം നഷ്ടത്തിലേക്ക് വരാം. അപ്പോൾ ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ അത് എന്തും ആയിക്കോട്ടെ, പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ പരിപാലന ഘട്ടങ്ങളെയും പറ്റിയും നല്ല ഒരു അവബോധമുള്ളത് ഒരു സംരംഭകനെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. അതിനുവേണ്ടി പല പല വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറി ഫാമിങ്ങിൻ്റെ വീഡിയോകളാണ് കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. കന്നുകുട്ടി പരിപാലനത്തെ പറ്റിയും എങ്ങനെ ചെനയ്ക്ക് കുത്തിവെക്കുന്നതിനെ പറ്റിയും ഒക്കെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കിടാരികളുടെ ആയാലും കിടാങ്ങളുടെ ആയാലും തീറ്റക്രമത്തെ പറ്റിയും, ഒരു പ്രസവം വന്നാൽ, പശുവിൻ്റെ പ്രസവം വന്നാൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ വിളിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അവബോധം കിട്ടുകയും ബാക്കി കാര്യങ്ങൾ അവർക്ക് ഈസിയായി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ സംരംഭത്തിന് അത്യാവശ്യം വേണ്ടതാണ് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം. അത് നമുക്ക് പുതിയ രീതിയിൽ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കണക്ക് ബുക്ക് സൂക്ഷിച്ചോ ഒക്കെ നമുക്ക് കണക്കുകൾ സൂക്ഷിക്കാവുന്നതാണ്. രോഗനിയന്ത്രണത്തെ പറ്റിയുള്ള അറിവ് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിപണിയെ പറ്റിയുള്ള അറിവ്. നാം പാൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ചാണകം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അതിനെ വിറ്റഴിക്കണ്ടേ. അങ്ങനെ അതിനെ വിറ്റഴിക്കുമ്പോൾ മാത്രമാണ് നാം ഒരു സംരംഭകനാകുന്നത്. അതുകൊണ്ട് വിപണിയെപ്പറ്റി നല്ല ഒരു അവബോധം ഉണ്ടായിരിക്കണം. നല്ല മുൻകൂട്ടി നമ്മുടെ പാൽ എങ്ങനെ വിറ്റഴിക്കും, ചാണകം എങ്ങനെ സംസ്കരിക്കും അല്ലെങ്കിൽ എങ്ങനെ വിറ്റഴിക്കും, ഗോമൂത്രം എങ്ങനെ വിറ്റഴിക്കും, നമ്മുടെ ഫാമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളും എങ്ങനെ പണമായി മാറ്റാം, ഇതായിരിക്കണം ഒരു സംരംഭകൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സംരംഭം തുടങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ ഒരു സ്ഥലം കാണാൻ പോകുമ്പോൾ എങ്ങനത്തെ സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഇതായി ശ്രദ്ധിക്കേണ്ടത്. ആ സംരംഭം തുടങ്ങാൻ പോകുന്ന സ്ഥലം നല്ല സമനിരപ്പിലുള്ളതായിരിക്കണം, റോഡ് ആക്സസ് ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ ആക്സസ് ഉണ്ടായിരിക്കണം. അതായത് ഒത്തിരി ഉള്ളിലുള്ള സ്ഥലമാകരുത് എന്ന് സാരം. പിന്നെ നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണോ ഇല്ലയോ എന്ന് നോക്കണം. കാര്യം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഫാമിന് യോജിച്ചതല്ല. എന്നാൽ ജലലഭ്യത ഉണ്ടാകുകയും വേണം. അങ്ങനെ നല്ല ഒരു സമനിരപ്പിലുള്ള ഫാമിങ്ങിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മലിനീകരണ നിയന്ത്രണ സംവിധാനമെല്ലാം ഒരുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അടുത്ത ഘട്ടം എന്താണ്? പാർപ്പിടമാണ്. പാർപ്പിടം എപ്പോഴും തൊഴുത്തുണ്ടാക്കുന്നത് പശുവിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചാണ്. തൊഴുത്ത് പണിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴുത്ത് എപ്പോഴും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം പണിയേണ്ടത്. ഇനി അഥവാ അത് സാധിച്ചില്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം മറയാതെയെങ്കിലും തൊഴുത്ത് പണിയുക. കാര്യം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കാറ്റ് വരുമ്പോൾ ആ കാറ്റിനെ മറച്ചു കഴിഞ്ഞാൽ തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുകയും അങ്ങനെയുള്ള നനഞ്ഞ തൊഴുത്തിൽ നിൽക്കുന്നതുകൊണ്ട് പശുക്കൾക്ക് അസുഖങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ തൊഴുത്ത് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്തെ പറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നല്ല സമനിരപ്പുള്ളതായിരിക്കണം, വെള്ളക്കെട്ടുള്ള സ്ഥലമാകരുത്. തറ നിരപ്പിൽ നിന്ന് ഒരടിയെങ്കിലും ഉയരത്തിൽ വേണം തൊഴുത്ത് പണിയുവാൻ.
ഒരു പശുവിന് നിൽക്കുവാൻ ഉള്ള തൊഴുത്തിൻ്റെ നീളം 6 അടിയാണ്, വീതി 4 അടി. ഈ നിൽക്കാനുള്ള 6 അടി നീളത്തിന് ശേഷം തൊട്ട് പിന്നിലായി മൂത്രച്ചാൽ ഉണ്ടാവണം. മൂത്രച്ചാലിന് 30 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ ആഴവും ഉണ്ടാവണം. അതിൻ്റെ മുന്നിലായി തീറ്റത്തൊട്ടി ഉണ്ടാവണം. തീറ്റത്തൊട്ടി അഥവാ മെയിഞ്ചർ. ഈ തീറ്റത്തൊട്ടിയുടെ അകത്തെ മതിലിന് 1.5 മുതൽ 2 അടി പൊക്കവും പുറത്തെ മതിലിന് 2.5 മുതൽ 3 അടി വരെ ഉയരവും ഉണ്ടായിരിക്കണം. തീറ്റത്തൊട്ടിയുടെ വീതി 2.5 അടി ആയിരിക്കണം. ഈ രീതിയിൽ പശുവിനെ കെട്ടുന്നതിന് മുന്നിലായൊരു തീറ്റത്തൊട്ടിയും പുറകിലായൊരു മൂത്രച്ചാലും ഉണ്ടായിരിക്കണം. അതുകൂടാതെ തീറ്റത്തൊട്ടിക്ക് മുന്നിലായി നടപ്പാതയായി ഒരു 3 അടി എങ്കിലും സ്ഥലം, 3 അടി വീതിയിലെങ്കിലും സ്ഥലം വിടണം. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് സൗകര്യമായി പശുവിനെ കൈകാര്യം ചെയ്യുവാനും മറ്റും സാധിക്കുകയുള്ളൂ. പശുത്തൊഴുത്തിന്റെ ചരിവ് ഓരോ 2 അടിയിലും 1 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. അപ്പോൾ ആ തൊഴുത്തിന് ഓടോ ഓലയോ അല്ലെങ്കിൽ ഷീറ്റോ ഒക്കെ വെച്ച് മേൽക്കൂര ചെയ്യാം. ആ മേൽക്കൂരയ്ക്ക് തന്നെ ഡ്രസ് വർക്കായി തണൽ വലകൾ വിരിക്കുകയോ പശുവിന് തണൽ കിട്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയോ ഒക്കെ ചെയ്യാം. തൊഴുത്തിന് ചുറ്റും തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ ഉള്ള തണൽ വൃക്ഷങ്ങൾ വെട്ടിക്കളയാതിരിക്കുവാനും ശ്രദ്ധിക്കുക. ഇരട്ട മേൽക്കൂരയുള്ള ഫുൾ മോണിറ്ററിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള തൊഴുത്തുകളും വളരെ നല്ലതാണ്. അതും ആവശ്യത്തിന് വെന്റിലേഷൻ തൊഴുത്തിൽ പ്രദാനം ചെയ്യുകയും അങ്ങനെ തൊഴുത്ത് എപ്പോഴും നല്ല വൃത്തിയായി ഉണങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പാർപ്പിടത്തിൻ്റെ കാര്യം മറ്റു വീഡിയോകളിലൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് പാർപ്പിടത്തിൻ്റെ കാര്യം ഈ സംരംഭം തുടങ്ങുന്ന വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞത്. അങ്ങനെ പാർപ്പിടം, ആഹാരക്രമം, കന്നുകുട്ടി പരിപാലനം, പ്രജനനം, രോഗനിയന്ത്രണം, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു നല്ല അറിവ് നേടി ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അതിനെല്ലാത്തിനും ഒരു കണക്ക് സൂക്ഷിക്കണം. ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാവൂ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ നാം ചിലവാക്കുന്ന ഓരോ പൈസയും അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് കണക്ക് സൂക്ഷിക്കുക പ്രധാനം തന്നെയാണ്. നമ്മുടെ സംരംഭം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നതെന്ന് നാം അറിയേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വർഷവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരാൻ അതിന് കഴിയുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ ലാഭത്തിലേക്ക് തന്നെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നത് വരെ ഡോക്ടർ എസ് ജയശ്രീ.